നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ സിരിയും അലക്സയും ഒക്കെ എങ്ങനെയാണ് ഇത്ര സ്വാഭാവികമായി സംസാരിക്കുന്നതെന്ന്? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലൊരു ഡിജിറ്റൽ ശബ്ദത്തിന്റെ ബ്ലൂ പ്രിന്റ്, അതിന്റെ രൂപരേഖ അങ്ങ് കീറി മുറിച്ച് പരിശോധിക്കുകയാണ്. ഒരു ഡിജിറ്റൽ ശബ്ദത്തിന് പിന്നിലെ കലയും ശാസ്ത്രവും അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. നമുക്ക് ഒരു ശബ്ദത്തെ, ഒരു ആധികാരികതയുള്ള ശബ്ദത്തെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇതൊരു സാധാരണ കോഡിംഗ് പരിപാടിയല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിത്വത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കുന്നത് പോലെയാണ്. എങ്ങനെയാണ് ഒരു ശബ്ദത്തിന് അധികാരവും വിശ്വാസ്യതയും ഒക്കെ കൊടുക്കാൻ പറ്റുക? വാ, നമുക്കിതിനുള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശരി, ഈ ശബ്ദത്തിന്റെ രഹസ്യം കണ്ടുപിടിക്കാൻ നമ്മൾ 5 സ്റ്റെപ്പുകളിലൂടെയാണ് പോകുന്നത്. ആദ്യം എന്തായിരുന്നു ഇതിന്റെ മിഷൻ എന്ന് നോക്കും. പിന്നെ അതിനെങ്ങനെ ഒരു വ്യക്തിത്വം കൊടുത്തു, അതിന് ചില അതിർവരമ്പുകൾ എങ്ങനെ നിശ്ചയിച്ചു, പിന്നെ അതെങ്ങനെ ഒരു കഥയുടെ രൂപത്തിലാക്കി, അവസാനം ഇതെല്ലാം കൂടി എങ്ങനെ ഒരു സ്വാഭാവിക സംഭാഷണമായി മാറി. ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതൊരു വലിയ കാര്യവും തുടങ്ങുന്നത് വ്യക്തമായൊരു ലക്ഷ്യത്തിൽ നിന്നാണല്ലോ. അപ്പോ ഈ ഡിജിറ്റൽ ശബ്ദം ഉണ്ടാക്കിയതിന് പിന്നിലും വളരെ കൃത്യമായ, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരിക്കും അത്? ഇതാണ് ആ ലക്ഷ്യം. വെറും ഒരു വോയിസ് ഓവർ അല്ല വേണ്ടത്. പകരം നല്ല അനുഭവസമ്പത്തുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിന്റെ ശബ്ദം. അതും മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ തോന്നണം. 19 മിനിറ്റ് നീളമുള്ള ഒരു ഡോക്യുമെന്ററി വിവരണം. നോക്കൂ, ഇത്ര കൃത്യമായൊരു ലക്ഷ്യം വെക്കുന്നത് തന്നെ വലിയൊരു ചലഞ്ചാണ്. കാരണം പിന്നീടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, അപ്പോ ഒരു വിദഗ്ധന്റെ ശബ്ദമാണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ആരാണ് ഈ വിദഗ്ധൻ? വെറുതെ ഒരു ശബ്ദം പോരല്ലോ. അതിനെ വിശ്വസിക്കാൻ തോന്നണമെങ്കിൽ അതിനൊരു കഥാപാത്രത്തെ കൊടുക്കണം. ഒരു നോവലിസ്റ്റ് ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുന്നത് പോലെ. ഇവിടെയാണ് വെറും ഡേറ്റയ്ക്ക് ജീവൻ വെച്ച് അതൊരു വ്യക്തിത്വമായി മാറുന്നത്. അപ്പോ ആരുടെ ശബ്ദമാണിത്? നിർദ്ദേശങ്ങൾ നോക്കിയാൽ സംഭവം ക്ലിയറാണ്. ഇതൊരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ അല്ല, മറിച്ചൊരു ലെജൻഡറി പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിന്റെ ശബ്ദമാണ്. അതോടൊപ്പം ഒരു സെഫോളജിസ്റ്റ്, അതായത് തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന വിദഗ്ധൻ, പിന്നെ ഒരു പൊളിറ്റിക്കൽ ഇക്കണോമിസ്റ്റ്. ഈ 3 റോളുകളുടെയും അറിവും ആധികാരികതയും ഒരൊറ്റ ശബ്ദത്തിൽ വരണം. ഒരു ശബ്ദത്തിന്റെ സ്വഭാവം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിർവചിക്കാൻ പറ്റുമോ? നിങ്ങൾ നോക്കൂ, കണക്കുകളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, കട്ടയ്ക്ക് നിൽക്കണം. പക്ഷെ ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം. എന്തിനാണത്? കാരണം അത് വിശ്വാസ്യതയും ഒപ്പം ഒരുതരം സഹാനുഭൂതിയും ഉണ്ടാക്കും. പിന്നെ വിമർശിക്കേണ്ടത് സിസ്റ്റങ്ങളെയാണ്, വ്യക്തികളെയല്ല. അപ്പോൾ സംഭാഷണം നെഗറ്റീവാകില്ല. പോരാത്തതിന് ശാന്തമായിരിക്കണം, ആധികാരികമായിരിക്കണം, ഒരു ഭാഗത്തും ചായരുത്, കംപ്ലീറ്റ് ന്യൂട്രൽ. ഈയൊരു നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ കുറെ കണക്കുകളും കാര്യങ്ങളും പറയുന്നതിനു പകരം നമ്മുടെ നാടിന്റെ സംസ്കാരത്തിലും മണ്ണിലും സാധാരണക്കാരുടെ ജീവിതത്തിലുമൊക്കെ വേരുകളുള്ള കഥകൾ പറയാനാണ് പറയുന്നത്. അതെന്തിനാണെന്നോ? കാരണം അത്തരം കഥകൾക്ക് ആളുകളുടെ മനസ്സിൽ തൊടാൻ പറ്റും. എത്ര സങ്കീർണമായ ഡേറ്റയാണെങ്കിലും അതൊരു മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റാൻ ഈ കഥകൾക്ക് സാധിക്കും. ഒരു നല്ല സിസ്റ്റം എന്ന് പറയുന്നത് അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നതിലാണ്, അല്ലേ? അപ്പം നമ്മൾ ഈ ഉണ്ടാക്കിയെടുത്ത വ്യക്തിത്വം അത് അതിന്റെ വഴി വിട്ട് പോകാതെ നോക്കണ്ടേ? അവിടെയാണ് ഈ നിയന്ത്രണങ്ങളുടെ അല്ലെങ്കിൽ അതിർവരമ്പുകളുടെ പ്രാധാന്യം. ഇതൊന്ന് നോക്കിക്കേ, എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ വാക്കുകൾക്ക് കംപ്ലീറ്റ് ബാനാണ് എന്നൊക്കെ ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് സംസാരിക്കുമ്പോൾ സിസ്റ്റം അനാലിസിസ്, ഡാറ്റ വെച്ചുള്ള ഭരണം, പൊതുതാൽപര്യം, ഇതിലൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ AI, പ്രോംപ്റ്റ്, മോഡൽ, ഈ വക ടെക്നിക്കൽ വാക്കുകളൊന്നും മിണ്ടാനേ പാടില്ല. എന്തിനാണത്? കാരണം ഇത് കേൾക്കുന്ന ആൾക്ക് ഇതൊരു മെഷീനാണെന്ന് ഒരു സെക്കൻഡ് പോലും തോന്നരുത്. ആധികാരികത നിലനിർത്താനുള്ള ഏറ്റവും വലിയ നിയമം ഇതാണ്. അപ്പോൾ ഈ നിയമങ്ങളെ നമുക്കൊരു കണ്ടന്റ് ഫയർവാൾ എന്ന് വിളിക്കാം, ഒരു സുരക്ഷാ കവചം പോലെ. ഇത് ആ ഡിജിറ്റൽ പേഴ്സണാലിറ്റിയുടെ തനിമ അതേപോലെ നിലനിർത്താൻ സഹായിക്കും. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആളുകളോട് സംസാരിക്കുമ്പോൾ മോഡലിനെക്കുറിച്ചോ പ്രോംപ്റ്റിനെക്കുറിച്ചോ സംസാരിക്കുമോ? ഇല്ലല്ലോ. അത്രയുള്ളൂ കാര്യം. അടുത്ത നിയമം അതിലും സ്ട്രിക്റ്റാണ്. സോഴ്സ് ട്രൂത്ത് ലോക്ക്. അതായത് തന്നിരിക്കുന്ന PDF ഫയലാണ് ഏക സത്യം. അതിൽ നിന്ന് മാത്രമേ സംസാരിക്കാവൂ. അതിലുള്ള എല്ലാ കണക്കുകളും അതിൽ നിന്ന് തന്നെ വരണം. സ്വന്തമായിട്ട് ഒരു ഡാറ്റയും ഉണ്ടാക്കി പറയാൻ പാടില്ല. ഒരു വിവരമില്ലെങ്കിൽ അത് ലഭ്യമല്ല എന്ന് തന്നെ പറയണം. ഇതുകൊണ്ടാണ് ആ ശബ്ദത്തിന് അത്രയധികം വിശ്വാസ്യത വരുന്നത്. ശരി, അപ്പം നമുക്കൊരു വ്യക്തിത്വമായി, അതിന് കുറച്ച് നിയമങ്ങളുമായി. ഇനി അടുത്ത ചോദ്യം, ഈ ശബ്ദം എന്ത് കഥയാണ് പറയേണ്ടത്?
ഇവിടെയാണ് ബ്ലൂ പ്രിന്റിന്റെ അടുത്ത ലെവൽ വരുന്നത്. വെറും കണ്ടന്റ് മാത്രമല്ല, ആ കഥ എങ്ങനെ പറയണം, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ഒരു വേഗത, ഇതൊക്കെ ഇവിടെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ 19 മിനിറ്റിനെ എങ്ങനെയാണ് ഭാഗിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ഇതൊരു യാത്ര പോലെയാണ്. ആദ്യം സ്വയം പരിചയപ്പെടുത്തി ലക്ഷ്യം പറയുന്നു. പിന്നെ ആ നാടിന്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട 3 സിഗ്നലുകൾ തരുന്നു. പിന്നീട് എന്തുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെയായി എന്ന് വിശദീകരിക്കുന്നു. ഒരു പ്രായോഗികമായ പരിഹാരം നിർദ്ദേശിക്കുന്നു. അവസാനം ഒരു ശാന്തമായ മുന്നറിയിപ്പും ഒരു വിഷനും നൽകി അവസാനിപ്പിക്കുന്നു. ശരിക്കും ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെ ഓരോ ഘട്ടത്തിലും കേൾക്കുന്നവരെ കൂടെ നിർത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബ്ലൂപ്രിന്റിലെ നിയമങ്ങൾ ശബ്ദത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ്. സ്ക്രീനിന്റെ 4 മൂലകളിലും എപ്പോഴും ബ്രാൻഡിംഗ് കാണിക്കണം എന്നതടക്കമുള്ള കർശനമായ വിഷ്വൽ നിയമങ്ങൾ പോലും ഇതിന്റെ ഭാഗമാണ്. എന്തിയാണത്? ആ ഡിജിറ്റൽ വ്യക്തിത്വത്തിന് ഒരു സ്ഥിരതയും പ്രൊഫഷണൽ ലുക്കും കൊടുക്കാൻ വേണ്ടിയാണത്. അപ്പൊ നമ്മൾ കണ്ട ഈ നിയമങ്ങളെല്ലാം, ഈ വ്യക്തിത്വം, ഈ കഥയുടെ ഘടന, ഇതെല്ലാം കൂടി ചേരുമ്പോ എന്താണ് സംഭവിക്കുക? എങ്ങനെയാണ് കോഡിൽ നിന്ന് മനുഷ്യന്റെ സംസാരത്തിന്റെ താളത്തിലേക്ക് ഈ യാത്ര എത്തുന്നത്? നമുക്കതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നോക്കാം. ഈ ബ്ലൂപ്രിന്റിന്റെ കൃത്യതയ്ക്ക് ഇതിലും വലിയൊരു ഉദാഹരണം വേറെയില്ല. അവസാനം പറയേണ്ട 25 സെക്കൻഡ് അത് വാക്കിനു വാക്ക് അതേപടി കൊടുത്തിരിക്കുകയാണ്. ഇഫ് യു വോണ്ട് ബിക്കം എ പീപ്പിൾ സെൻട്രിക് ലീഡർ, ഗെറ്റ് ഇൻ ടച്ച്, പേർപ്പസ് ബിയോണ്ട് പോളിറ്റിക്സ് എന്ന് തുടങ്ങുന്നൊരു കോൾ ടു ആക്ഷൻ. അതായത് നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കുന്നൊരു നേതാവാകണമെങ്കിൽ ബന്ധപ്പെടുക എന്ന്. ഒരു വാക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പാടില്ല, അത്രയ്ക്ക് കൃത്യം. ഈ ഒരു വിശകലനം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ചോദ്യം വരും. ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ ഇങ്ങനെ ഡിസൈൻ ചെയ്യാമെങ്കിൽ പിന്നെ ആരെയൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? ഒരു ഡോക്ടറെ, ഒരു ശാസ്ത്രജ്ഞനെ, ഒരു ചരിത്രകാരനെ. ഒന്നാലോചിച്ചു നോക്കൂ, ഇതിന്റെ സാധ്യതകൾ എവിടെ വരെ പോകുമെന്ന്.